അരമണിക്കൂറെ തങ്ങൾ ദീർഘമായി പ്രസംഗിച്ചിട്ടത് അരമണിക്കൂറാണ്. അരമണിക്കൂറൊക്കെ ഉസ്താദ് വേദറിഞ്ഞ ഉസ്താദിന് ചെലവും കിട്ടൂല, ഉസ്താദിന്റെ കാര്യം പോക്കാണ് അല്ലെ നാട്ടിലൊക്കെ. അപ്പോ നമ്മൾ 1 മണിക്കൂർ ഉസ്താദെ നേരം ഉൾക്കോളം പറയണം കേട്ടോ എന്നൊക്കെ പറയണം. പക്ഷെ നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ഫിസിക്കൽ മൂവ്മെന്റ്, നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റൂല. തഫ്സീർ ക്ലാസ് ആണ്. നിങ്ങളെ കൊണ്ടൊരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇതൊക്കെ രസകരമായിട്ട് ചെയ്യാം. പക്ഷെ ഈ ദർശനം അത് പറ്റൂല, നമുക്കതിന് സമയമില്ലാത്തത് കൊണ്ട്, അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇടക്ക് ഇനി ഒരു സ്വലാത്ത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സൊല്ലു അലൻ നബി എന്ന് പറയുമ്പോൾ ഇന്ന് എഴുന്നേൽക്കുക, ഒരു സ്വലാത്ത് ചൊല്ലുക, നമ്മൾ ഇരിക്കുന്നു. അങ്ങനെ ഒരു ഇടക്ക് ഒരു റുട്ടീനായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുപോകാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. 5ാമത്തെ വിഷയം ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ പറയുന്നത്, ഹമ്മാമിലേക്ക് ഈ ആയത്ത് മുഅ്മിനീങ്ങളോട് കണ്ണു ചിമ്മണമെന്നും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കണമെന്നും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആജ്ഞാപിക്കുന്ന ഈ കൽപ്പനയിൽ ഒരു വിഷയം കൂടെ വരുന്നു. എന്താണത്? ഹറമൽ ഉലമാ, ആലിമീങ്ങൾ ഹറാമാണെന്ന് പറയുന്നു, ദുഖൂലുൽ ഹമ്മാമി ബിഗൈരി മിഅ്സരിൻ, അരയുടുപ്പില്ലാതെ ഹമ്മാമിലേക്ക് കടക്കൽ ഹറാമാണ് എന്ന് ആലിമീങ്ങൾ പറയുന്നു. കേട്ടോ, നിങ്ങൾ വിധി പറയല്ലേ, പറയട്ടെ. എന്താണ് ഈ ഹമ്മാം? നമ്മുടെ വീട്ടിലെ ഹമ്മാമിനെ കുറിച്ചല്ല ഈ പറയുന്നത്, നമ്മുടെ വീട്ടിലെ ബാത്റൂമിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഹമ്മാം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, അന്നൊന്നും വീടുകളിൽ ബാത്റൂം ഇല്ലല്ലോ. വെള്ളത്തിന് അങ്ങേയറ്റം സ്കേഴ്സിറ്റി, വെള്ളം ദൗർലഭ്യമായി മാത്രം കിട്ടുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യയും ഹറമും ഹിജാസും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങൾ. അന്ന് വീട്ടിലൊന്നും വെള്ളം ഉണ്ടാവില്ല, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വഴിയുമില്ല. കുളിക്കണമെങ്കിൽ വെള്ളം സംഘടിപ്പിക്കണം എവിടെന്നെങ്കിലും. അപ്പൊ അന്നൊക്കെ ഒരാൾക്ക് കുളിക്കണമെങ്കിൽ പൊതു ബാത്റൂമുകളിലേക്ക് പോകണം, പബ്ലിക് ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക് വാഷ്റൂംസ്, അവിടെ ചെന്നിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അന്നവർ ഹമ്മാം എന്ന് പറയാം. ഇന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ സൗകര്യങ്ങളായി അള്ളാഹു ഒരുപാട് നിഅമത്ത് ചെയ്തു, നമുക്ക് വീട്ടിൽ തന്നെ കുളിക്കാം. അന്ന് കുളിക്കണമെങ്കിൽ പുറത്തു പോകണം എന്ന അവസ്ഥയായിരുന്നു അധിക വീടുകളിൽ. എക്സെപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അധികവും അങ്ങനെയാണ്. അങ്ങനെ ഒരാൾ പൊതുവായ ഒരു കുളിപ്പുരയിലേക്ക് പോവുകയാണെങ്കിൽ അയാൾ അരയുടുപ്പ് ധരിച്ച്, എന്ന് പറഞ്ഞാൽ പൊക്കിൾ മുതൽ കാൽമുട്ട് വരെയുള്ള ഭാഗം മറച്ചുകൊണ്ടേ പൊതുസ്ഥലത്ത് ഒരാൾ കുളിക്കാവൂ, അല്ലെങ്കിൽ ഹമ്മാം ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ അത് ആ മനുഷ്യന് ഹറാമാണ് എന്ന് ആലിമീങ്ങൾ ഈ ആയത്തിൽ നിന്ന് പഠിച്ചെടുത്ത മസ്അലയാണെന്ന് ഇമാമുന ഖുർത്തുബി റഹിമഹുല്ലാഹ് ജാമിഉ അഹ്കാമിൽ ഖുർആൻ രേഖപ്പെടുത്തിയതാണ്. അപ്പോ ഇന്ന് അങ്ങനത്തെ ബാത്റൂമുകൾ ചില സിറ്റികളിൽ, ബാംഗ്ലൂരിലൊക്കെ ഉണ്ട്, ചെന്നാൽ കുളിപ്പുരകളുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ സിറ്റികളിലൊക്കെ കാണാൻ കഴിയും. ബസ് സ്റ്റാൻഡിനോടൊക്കെ ചേർന്നിട്ട് 15 രൂപ കൊടുത്താൽ ഒരു സോപ്പും കിട്ടും, കുളിച്ചിറങ്ങാം, യാത്രക്കാർക്ക് ഉപയോഗിക്കാനും. എന്നതുപോലെ അന്ന് ഷാമിലേക്ക്, ഇന്ന് നമ്മൾ ഷാം എന്ന് പറയുന്നത് മുമ്പ് കാലത്തെ ഷാം എന്ന് പറയുന്ന അന്ന് കാലത്ത് അത് ഡമസ്കസ് ആണ്, സിറിയയുടെ ഭാഗങ്ങളാണ്, ലബനോനും മസ്ജിദുൽ അഖ്സ ഒക്കെ നിലകൊള്ളുന്ന ജെറൂസലേം ഒക്കെയുള്ള ഏരിയക്കാണെന്ന് ഷാം എന്ന് പറയാം. അവിടെയാണ് ഇത് ധാരാളം ഉണ്ടായിരുന്നത്. കാരണം അത് തണുപ്പുള്ള രാജ്യങ്ങളാണ്. അവിടെ ചുടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ ഈ ഹമ്മാമിലേക്ക് പോയേ പറ്റൂ. അപ്പൊ ഒന്ന് ചൂട് കായണം, ഒന്ന് വെള്ളം ചൂടാക്കി കുളിക്കണമെങ്കിൽ ഹമ്മാമിൽ പോകണം. അങ്ങനെ ഹമ്മാമിൽ കയറി ഇറങ്ങുന്ന ഒരു സമ്പ്രദായം ഇസ്ലാമിന്റെ മുമ്പേ അവിടെയുണ്ട്. ഇസ്ലാം ഇതിന് നിയന്ത്രണം കൊണ്ടുവന്നു. പബ്ലിക് ആയ സ്ഥലത്ത് പോകുമ്പോ ഔറത്ത് മറക്കാത്ത ആളുകൾ ഉണ്ടാകും, ഔറത്ത് ശ്രദ്ധിക്കാത്ത ആളുകൾ ഉണ്ടാകും. അത് കണ്ണുകൊണ്ട് കാണുന്ന ഒരവസ്ഥയിലേക്കാണ് ഇയാൾ പോകുന്നത്. അതുകൊണ്ടത് ഹറാമാണ്. പക്ഷെ ഇയാൾക്ക് പോകാം, ഇയാൾ മാത്രം കുളിക്കുന്നു, അത് പബ്ലിക് സ്ഥലമല്ല, അയാളുടെ ഔറത്ത് ആരും കാണുന്നില്ല, അയാൾ ആരുടെ ഔറത്തും കാണാൻ അവിടെ അവസരവുമില്ല, അത്യാവശ്യത്തിനാണ് അയാൾ കുളിക്കുന്നു, പോരുന്നു, അതിന് കുഴപ്പമില്ല. ഇന്ന് നമുക്ക് ഇതിനോട് തുലനം ചെയ്യാൻ പറ്റുന്നത് ബോഡി മസാജ് ആൻഡ് സ്പാ, അങ്ങനെയൊക്കെയല്ലേ വലിയ വലിയ സംഭവങ്ങളൊക്കെ അവരുടെ അഡ്വർടൈസിങ് എങ്ങനെയാണ്, സ്പാ ആൻഡ് ബോഡി മസാജ്. ഇത് പബ്ലിക് സ്ഥലമാണ്. കാരണം നമ്മുടെ വൈഫ് അല്ലല്ലോ ഇത് ചെയ്തിരുന്നത്, പുറത്തുള്ള ആളുകളാണ്, അല്ലെങ്കിൽ പുറത്തുള്ള ആണുങ്ങളാണ്, പെണ്ണുങ്ങളാണ്, എന്തോ ആവട്ടെ, പബ്ലിക്കായ സ്ഥലത്ത് പോലും. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചിലരൊക്കെ വിചാരിക്കും നമ്മുടെ ഗുഹ്യസ്ഥാനം മറച്ചാ പിന്നെ ഔറത്തായി, ഔറത്ത് മറച്ചു. അങ്ങനെയൊക്കെ ചിലപ്പോൾ റൂമിലൊക്കെ ഡ്രസ്സ് മാറുന്ന സമയത്തൊക്കെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു. അത് ഹറാമാണ്. നമ്മുടെ പൊക്കിൾ മുതൽ കാൽമുട്ട് വരെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഔറത്താണ്. അത് അന്യ പുരുഷനും കാണാൻ പറ്റില്ല, സ്വന്തം ഭാര്യക്കല്ലാതെ മറ്റാർക്കും ഔറത്ത് കാണാൻ പറ്റില്ല, ഹറാമാണ്. അപ്പൊ ഡ്രസ്സ് മാറുകയാണ്. റൂമിലൊക്കെ ബാച്ചിലേഴ്സ് ഒക്കെ താമസിക്കുന്ന റൂമാന്ന് വിചാരിക്കുക, ബാത്റൂമിൽ നിന്ന് വന്നു, ഡ്രസ്സ് മാറുന്ന സമയം
ഒരു മനുഷ്യൻ ഇന്നർ വെയർ മാത്രം ഇട്ടിട്ടാണ് നിൽക്കുകയാണ്. അയാൾ വിചാരിക്കുന്നു ഞാൻ നല്ല 1-ാം നമ്പർ ഡ്രസ് ഇട്ടിട്ടാണല്ലോ ഇപ്പൊ നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ. അത് ഹറാമാണ്. ആ മനുഷ്യൻ അവന്റെ ശരീരം ഹറാമ് കാണിച്ചു കൊടുക്കുകയാണ്. അത് പാടില്ല. അത് ബാത്റൂം ഒന്നും ഡ്രസ് ചെയ്തിട്ട് വരട്ടെ. കാലുമുട്ട് വരെ, പൊക്കിൾ മുതൽ കാലുമുട്ട് വരെ മറക്കണം. പൊക്കിളിന്റെ ഭാഗം അത് ഔറത്തിന്റെ പൊക്കിളിന്റെ താഴെ പുരുഷന്മാർക്ക് ഡ്രസ് എടുക്കാൻ പറ്റൂലല്ലോ. നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു വെസ്റ്റ് ഒന്നും ധരിക്കണില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മേൽഭാഗത്ത് നിന്ന് ബട്ടൺസ് ഉള്ള, ഈ കന്തൂറക്കൊക്കെ ബട്ടൺസ് ഉണ്ട് മേലെന്ന്. നേരത്തെ ഒരു ഷർട്ട് ആണെങ്കിൽ അതിന്റെ മേൽഭാഗം ഓപ്പൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അരയിടുപ്പ് പൊക്കിളിന്റെ മുകളിലായിരിക്കണം. പാൻസ് ധരിക്കുന്നുണ്ട്, ഉള്ളിൽ നമ്മൾ വെസ്റ്റ് ധരിക്കണില്ല, ഡ്രസ് നമ്മൾ നേരെ ഷർട്ട് ആയിരിക്കുന്നത്. ആ ഷർട്ട് ആണെങ്കിൽ ഒരു ടൈ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇവിടെ തന്നെ മറഞ്ഞു. മേലെന്ന് ഓപ്പൺ ആവാൻ, റുക്കുവിലേക്ക് പോയാൽ ഇവിടെ നിന്ന് ഓപ്പൺ ആവുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഔറത്ത് ശരിക്ക് പൊക്കിൾ മുതൽ തന്നെ മറച്ചു തുടങ്ങണം. അപ്പോഴേ ആ നിസ്കാരം ശരിയാവുള്ളൂ. ഏകദേശം ബനിയൻ ഇട്ടെന്ന് വിചാരിക്കുക, ഫുള്ളായിട്ട് ഇവന്റെ മേൽഭാഗം ഇവിടെ നിന്ന് ഓപ്പൺ ആവില്ല. ആ രീതിയിൽ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രമല്ലേ, അങ്ങനെ ഇട്ടു. പിന്നെ ഷർട്ട് ധരിച്ചു, എന്നാൽ പിന്നെ പൊക്കിളിന്റെ താഴെ ഇറങ്ങിയാൽ എന്തില്ല, കുഴപ്പമില്ല, കാരണം ഔറത്ത് ഓക്കെയാണ്. അല്ലെങ്കിൽ ഇന്നിപ്പോ അതൊന്നുമല്ല പ്രശ്നം. നിസ്കരിക്കുന്നവന്റെ പിൻഭാഗം സുജൂദിലേക്ക് പോകുന്ന മനുഷ്യന് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ പള്ളിയിൽ വേണോ? ഇതൊക്കെ പള്ളിയിൽ വേണോ? ചെറുപ്പക്കാരെ ട്രൗസർ അങ്ങനെ കിഴിഞ്ഞാടി പോവാണ്, അവരറിയണില്ല. ഡെലിബറേറ്റ്ലി ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു എന്ത് സംസ്കാരമാണെന്ന് ഉടച്ചവനെ. എന്നിട്ട് അണ്ടർവെയർ കാണിച്ചു കൊടുക്കുക, ട്രൗസർ അതിന്റെ പകുതിയിൽ. അതിന് ചില സ്പെസിഫിക് കളറൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് മനുഷ്യന്റെ അധമത്വം എന്നല്ലേ പറയാൻ പറ്റും. മുഅ്മിനീങ്ങളോടാണ് ഞാൻ പറയുന്നത്, നമ്മളിത് ചെയ്യരുത്. ദീനും ഇസ്ലാമും അള്ളാഹുനെയും വകവെക്കാതെ നടക്കുന്ന ആളുകളുണ്ട്. അമുസ്ലിമീങ്ങളായ ആളുകൾ, അവരുടെ ഹിസാബ് അള്ളാഹു നാളെ ശരിക്കും അവരെ കൈകാര്യം ചെയ്യും. നമ്മൾ അവരെ സംബന്ധിച്ചല്ല പറയും. നമ്മൾ ഈമാനിന്റെ അഹ്ലുകാരാണ്. നമ്മൾ അച്ചടക്കത്തിൽ വസ്ത്രം ധരിക്കണം. വസ്ത്രം ആഭാസത്തിനുള്ളതല്ല. അള്ളാഹു നിങ്ങൾക്ക് സീനത്താണ്, നിങ്ങൾക്ക് ഭംഗിയും അതോടൊപ്പം നിങ്ങൾക്ക് ചമൽക്കാരവും ഔറത്ത് മറക്കാനുമുള്ള ഒരു ഉപാധിയായിട്ടാണ് അള്ളാഹു വസ്ത്രം ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് അച്ചടക്കത്തിൽ അതൊരു നിഅമത്താണ്. ഭൂമിയിൽ വന്നാൽ വിശക്കാതിരിക്കുകയും നിങ്ങളുടെ നഗ്നത കാണാതിരിക്കുകയും ചെയ്യത്തക്ക വിധമുള്ള സൗകര്യങ്ങൾ ആദമേ അലൈഹിസ്സലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തു വെക്കുന്നുണ്ടെന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ചത്. ഭൂമിയിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് അന്നവും ഉണ്ടായിരിക്കും, ഇവിടെ നിങ്ങൾക്ക് വസ്ത്രവും ഉണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോ ഔറത്ത് മറക്കണം. ഹമ്മാമിലേക്ക് പോകുന്ന സമയം, ഈ പൊതു കുളിസ്ഥലങ്ങൾ, ബോഡി മസാജിന് പോവാണ്. എന്താണ് ഇവിടത്തെ വിധി? എന്താണ്? ഔറത്ത് പൂർണ്ണമായും മറച്ചിട്ടേ പറ്റൂ. അതും ഒരു അന്യ പുരുഷനാണ് നിന്ന് കൊടുക്കുന്നതെങ്കിൽ, ഒരു പുരുഷനാണ് ഒരു ബോഡി മസാജിന് പോയിട്ടുള്ളതെങ്കിൽ തന്റെ ഔറത്ത് ഒരു നിലക്കും കാണാത്ത രീതിയിലാകാം. അല്ലാത്ത രീതിയിൽ പറ്റില്ല. അന്യ പെണ്ണിന് ഹറാമാണ്. ഒരു അന്യ പെണ്ണ് ഒരു പുരുഷനെ ട്രീറ്റ് ചെയ്യുന്നത് ഹറാമല്ലയോ? ഡോക്ടർമാരെ സമീപിക്കുന്ന വിഷയത്തിൽ പോലും അങ്ങനെയല്ലേ ശരീഅത്തിന്റെ രീതി? ഒരു പെണ്ണിന് ഒരു ഡോക്ടറെ കാണണമെങ്കിൽ ഒരു മുസ്ലിമത്തായ ലേഡി ഡോക്ടർ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല എന്ന് വിചാരിക്കുക. മുസ്ലിമല്ലാത്ത ഒരു ലേഡി ഡോക്ടറെ സമീപിക്കണം, അതും കിട്ടുന്നില്ല. മുസ്ലിമായ ഒരു മെയിൽ ഡോക്ടർ ഉണ്ടോ? അതും ഇല്ലെങ്കിലേ ഒരു നോൺ മുസ്ലിം മെയിൽ ഡോക്ടറെ ചോയ്സ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ, ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. നമ്മൾ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയല്ലേ. നമ്മളൊരു എമർജൻസിയിലേക്ക്, അതല്ല നമ്മൾ പറയുന്നത്, ഒരു എമർജൻസിയിലേക്ക് നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് പോവുക, അവിടെയല്ല ഈ വിഷയം. നമ്മൾ ഒരു ഔട്ട് പേഷ്യന്റ് എന്ന നിലയിൽ നമ്മൾ ചെന്ന് കയറുകയാണ്. ആ സമയം നമ്മുടെ ഡോക്ടർ ആരാണ്, നമ്മുടെ ഭാര്യ ആരാണ് ചികിത്സിക്കുന്നത്, ഇത് നോക്കാനുള്ള ഉത്തരവാദിത്വം പുരുഷന്മാർക്കുണ്ട്, ഭർത്താക്കന്മാർക്കുണ്ട്, പിതാക്കന്മാർക്കുണ്ട്. നമ്മൾ സൂക്ഷിക്കണം. അപ്പോ ഈ രീതിയിലാണ് ശറഅ് കാണുന്നത്. സഹൽ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, അൻ ഉമ്മി ദർദാ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്നഹാ തഖൂൽ ലഖിയനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഖറജ്തു മിനൽ ഹമ്മാം. ഞാനൊരു പൊതുവായ ഒരു കുളിസ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടു. ഫഖാൽ, തങ്ങൾ ചോദിച്ചു, മിൻ ഐന യാ ഉമ്മദ്ദർദാ, ഉമ്മദ്ദർദാ എവിടെന്നാണ് ഈ വരവ് എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാലത്, അവർ പറഞ്ഞു, മിനൽ ഹമ്മാം, കുളിക്കാൻ പോയതായിരുന്നു, കുളിപ്പുരയിൽ നിന്ന് വരികയാണ്. എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പൈസ കൊടുത്ത് ഉപയോഗിക്കുന്ന ഹമ്മാമിനാണ് ഇവിടെ പറയുന്ന ഈ ഹമ്മാമിന്റെ ഉദ്ദേശം. അതാണ് കേട്ടോ റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്?
വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണോ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ മിൻ ഇംറഅ, ഏതൊരു പെണ്ണും തളഉ സിയാബഹാ ഫീ ഗൈരി ബൈതി അഹദിൻ മിൻ ഉമ്മഹാതിഹാ, ഏതൊരു പെണ്ണും അവളുടെ ഉമ്മമാരുടെ വീട്ടിൽ നിന്നല്ലാതെ അവളുടെ വസ്ത്രം അഴിച്ചു വെച്ചാൽ, അവളുടെ ഉമ്മയുടെ വീട് എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഉമ്മ അവളുടെ ഉമ്മയാണ്, അവളുടെ സ്വന്തം. അപ്പൊ അവളുടെ സ്വന്തം വീട്ടിലോ ഭർത്താവിന്റെ വീട്ടിലോ അല്ലാതെ അവൾ അവളുടെ വസ്ത്രം അഴിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രൈവസി ഇല്ലാത്ത ഒരു രീതിയിൽ അവൾ അവളുടെ വസ്ത്രം അഴിച്ചു വെക്കുന്നു. അങ്ങനെയെങ്കിൽ അല്ലാഹുവിന്റെയും അവളുടെയും ഇടയിലുള്ള എല്ലാ മറയും അവൾ പൊളിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. അവൾ വസ്ത്രം അഴിച്ചു വെക്കുന്നത് അവളുടെ വീട്ടിലല്ല, അവളുടെ ഭർത്താവിന്റെ വീട്ടിലല്ല, അന്യൊരിടത്ത് ചെന്ന് പൂർണ്ണമായി വിവസ്ത്രയായിട്ട് രീതിയിൽ അവൾക്ക് കുളിക്കേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ അവൾ കുളിക്കുകയാണ്. അന്യൊരു സ്ഥലത്ത് ബോഡി മസാജിനോ മറ്റ് വിഷയങ്ങൾക്കോ സ്പാക്കോ സ്റ്റീം കൊള്ളാനോ എന്തിനോ ആകട്ടെ, അന്യൊരു സ്ഥലത്ത് പോയി ഒരു പെണ്ണ് അവളുടെ വീട്ടിലല്ല, അവളുടെ ഭർത്താവിന്റെ വീട്ടിലല്ലാത്ത രീതിയിൽ അവളുടെ വസ്ത്രം അഴിച്ചു വെച്ചാൽ അള്ളാഹുവിന്റെയും അവളുടെയും ഇടയിലുള്ള മറ അവൾ പൊളിച്ചു കഴിഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകേണ്ടി വരുമല്ലോ, യുനക്കിൽ വസഖ്, ശരീരത്തിലെ അഴുക്കുകളൊക്കെ നീക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഹമ്മാമിലേക്ക് പോകണ്ടയോ നബിയെ? തങ്ങൾ പറഞ്ഞു, ഫസ്തതിറു, അങ്ങനെ നിങ്ങൾക്ക് പോകേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ഇസ്തതിറു, നല്ലവണ്ണം മറപാലിക്കണം, നന്നായി മറച്ചിട്ടേ നിങ്ങൾ പോകാവൂ. സല്ലു അലൻ നബി മുഹമ്മദിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസ് വെച്ച് അവസാനിപ്പിക്കുകയാണ്, ഇത്തഖൂ ബൈതൻ യുഖാലു ലഹുൽ ഹമ്മാം. ഹമ്മാം എന്ന് പറയുന്ന